ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-32 തിരുവചനങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ 8-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. ഞാനത് വായിക്കാം, ശ്രദ്ധിക്കുക. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. വളരെ ഗൗരവത്തോടെ ഈ കാലഘട്ടത്തിൽ നാം ധ്യാനിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണിത്. ഇതിൻ്റെ ആദ്യ ഭാഗമാണ് ആമുഖ ചിന്തയ്ക്കായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എടുക്കുക. അതിങ്ങനെയാണ്: തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു. നാം നമ്മെ തന്നെ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിട്ടാണ്. നാമൊക്കെ ഏതെങ്കിലും ഒരു സഭാ സമുദായ സംവിധാനത്തിൻ്റെ കീഴിലാണ് നിലനിൽക്കുന്നത്. സഭ നിർദ്ദേശിക്കുന്ന എല്ലാ കൗദാശിക ബന്ധങ്ങളോടും കൂടെ നമ്മൾ ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നു. വിശുദ്ധ മാമോദീസായിലൂടെയുമൊക്കെ ക്രിസ്തുവിനെ ദൈവമായി നാം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം നമ്മുടെ അനുദിന വിശ്വാസ പ്രഖ്യാപനങ്ങളിലെല്ലാം തന്നെ യേശുക്രിസ്തുവിനെ നാം ദൈവമായി മനസ്സിലാക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തെ നാം നമ്മുടെ പ്രധാന ഗ്രന്ഥമായി, വിശ്വാസ ഗ്രന്ഥമായി സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ തിരുവചനത്തെ നമ്മൾ സമീപിക്കുന്നു. വചനത്തിൽ നിന്ന് ആശ്വാസവും സ്വാതന്ത്ര്യവും അനുഭവിച്ച് നമ്മൾ ജീവിക്കുന്നു. യേശുക്രിസ്തു വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചതിൻ്റെ അനുഭവങ്ങൾ ഏറെ നമ്മൾ നിരത്തുന്നു. നമ്മുടെ രോഗങ്ങൾ മാറ്റിയ നിലകളിൽ, നമുക്ക് ജോലി ഒരുക്കി തന്നതിൽ, അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിച്ചതിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെട്ടതിൽ. അപ്പോൾ നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നാം ഇതെല്ലാം പങ്കുവയ്ക്കുകയാണ്. അടിസ്ഥാനപരമായി നമ്മൾ ആരും യേശുക്രിസ്തുവിനെ എതിർക്കുന്നില്ല. ആരെങ്കിലും യേശുക്രിസ്തുവിനെ എതിർത്താൽ അത് വേദവിപരീതമാണ്, അത് വിശ്വാസമില്ലായ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനോട് നമുക്ക് വളരെ പ്രിയമാണ്, യേശുക്രിസ്തുവിനോട് നമുക്ക് വളരെ അടുപ്പമാണ്, നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഇവിടെ വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ് ഈ വേദഭാഗം നമ്മുടെ മുന്നിൽ ഉന്നയിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒരു വിശ്വാസിയായി ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ സത്യം അറിയുന്ന വ്യക്തിയാണെന്ന് എനിക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുമോ എന്നതാണ്. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ എനിക്കറിയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒരു വിശ്വാസിയായി ഞാൻ ജീവിക്കുന്നതിലൂടെ ഞാനൊരു ക്രിസ്ത്യാനിയാണോ എന്നുള്ളതാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യത്തിലേക്കാണ് നമ്മുടെ ഹൃദയത്തെ നയിക്കേണ്ടത്. വേദപുസ്തകം അതിന് എന്തു പറയുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. ഇവിടെ യേശുക്രിസ്തു ഈ വായിച്ച വാക്യങ്ങളിൽ അഭിസംബോധന ചെയ്യുന്നത് തന്നിൽ വിശ്വസിച്ച യഹൂദ സമൂഹത്തെയാണ്. കൃത്യമായി പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു വിശ്വാസിയുടെ മാനദണ്ഡങ്ങൾ ഈ യഹൂദന്മാരിലുണ്ട്. യഹൂദന്മാരിൽ രണ്ട് വിധമുണ്ട് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ. ഒന്ന് ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർ, രണ്ട് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ യേശുക്രിസ്തുവിനോട് വളരെ പ്രിയമുള്ളവരാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളോട് അവർക്ക് തുറന്ന മനസ്സാണ്. യേശുക്രിസ്തുവിൽ അവർ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിലെ ദൈവത്വം, ദൈവപുത്രൻ എന്നുള്ള ആ തലം അവർ അംഗീകരിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിൽ അവർ വിശ്വസിക്കുന്നു എന്ന വാക്ക് അവിടെ വരികയില്ലല്ലോ. യേശുക്രിസ്തുവിൻ്റെ അടയാളങ്ങൾ, അത്ഭുതങ്ങളിലെല്ലാം വിശ്വസിച്ച് സാധാരണ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും പോലെ ക്രിസ്തുവിൻ്റെ മുന്നിൽ തുറന്ന മനസ്സോടെ ഇരിക്കുന്ന, ഒരു കൺഫ്യൂഷനും യേശുവിൻ്റെ വാക്കുകളോടില്ലാത്ത, സമ്പൂർണ്ണമായി ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർ. അപ്പോൾ നമ്മുടെ ആ കാറ്റഗറിയോട് വളരെ ചേർമ്മയുണ്ട് ഈ ഒരു സമൂഹത്തിന് എന്നതാണ്. അവരോടാണ് യേശു പറയുക. എന്താണ് യേശു പറയുക? ശ്രദ്ധിക്കണം. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ
വാസ്തവമായും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. അപ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന സമൂഹത്തോട് പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ഇവിടെ എന്താണ് സൂചിപ്പിക്കുക? അപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വചനത്തിൽ നിലനിൽക്കാത്ത ഒരവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ഒരു വിശ്വാസി എന്ന് നാം നമ്മെ തന്നെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ നാം വചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തി ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ദൈവവചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്, വിശ്വാസിയാണോ എന്നുള്ളതല്ല. ഇത് ഗൗരവമുള്ളൊരു ചിന്തയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ ഇവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ വിശ്വസിക്കുമ്പോൾ പോലും വചനത്തിൽ നിലനിൽക്കാത്ത ഒരന്തരീക്ഷം ഈ വിശ്വസിക്കുന്നവരിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടും നോക്കിയാലും നമുക്ക് ഈ ഒരു സാഹചര്യം വളരെ പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് സ്വയം അഭിസംബോധന ചെയ്യുന്നവരെല്ലാം തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണല്ലോ. എന്നാൽ വചനത്തിൽ നിലനിൽക്കുന്നവർ എത്ര പേരുണ്ട്? മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനികളിൽ പലരിലും ഞാൻ ക്രിസ്തുവിൻ്റെ വചനം കാണുന്നില്ല, വചനമനുസരിച്ചുള്ള ജീവിതം കാണുന്നില്ല എന്ന്. ഇത് നമ്മുടെ ചരിത്രപരമായൊരു സത്യമാണ്. ഒരു ക്രിസ്തീയ സമുദായത്തിൻ്റെ അംഗമായി അങ്ങ് നിലനിന്നാൽ ആ ക്രിസ്തീയ സമുദായം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ചട്ടവട്ടങ്ങളൊക്കെ കൃത്യമായി നമ്മൾ അനുസരിച്ചാൽ നമ്മൾ ക്രിസ്ത്യാനിയായി എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുധാരണ. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്തീയ സമുദായത്തിൻ്റെ അംഗമായിക്കോട്ടെ, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി നിരന്തരം അധരം കൊണ്ട് പ്രഖ്യാപിക്കുന്നവരാകട്ടെ, എന്തുമാകട്ടെ, പക്ഷെ വചനത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരല്ല. യേശുവിടെ പറയാണ്, നിങ്ങൾ വചനത്തിൽ നിലനിന്നാലോ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിത്തീരും. അന്ത്യോഖ്യായിൽ വെച്ച് ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് പേര് വിളിച്ചത് എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനി ശിഷ്യനായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൽ ജീവിക്കുന്ന വ്യക്തി മാത്രമേ ക്രിസ്ത്യാനിയാണ് എന്ന് സ്വയം അവകാശപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ശിഷ്യനായി മാറണമെങ്കിലോ ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഞാൻ നിലനിൽക്കുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ സ്വയം പരിശോധിക്കുക. നിങ്ങൾ ഏത് മത സംവിധാനത്തിൻ്റെ സഭാ സമുദായത്തിൻ്റെ കീഴിൽ വരുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ, യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നില്ല എങ്കിൽ ഞാൻ അസന്നിഗ്ധമായി പറയട്ടെ, നിങ്ങൾ ഏത് സഭാ സമുദായ സംവിധാനത്തിൻ്റെ കീഴിലാണെങ്കിലും നിങ്ങൾക്ക് നിത്യത ലഭിക്കില്ല, ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കില്ല. തർക്കമില്ലാത്ത സത്യമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതിന് എതിരായിട്ടാണ്. ദൈവവചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതിനാണ് ഗൗരവം. ഇത് വളരെ കാര്യമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഉടക്കണമെന്നതാണ് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുക. നമ്മുടെ ഹൃദയം ഈ ചിന്ത കൊണ്ട് നിറയണം. നിങ്ങളായിരിക്കുന്ന സംവിധാനത്തിൽ തന്നെ, സഭാ സമുദായ സംവിധാനത്തിൽ തന്നെ നിങ്ങൾ നിലനിന്നുള്ളൂ. അതെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തന്നെയാണ്, അവയവങ്ങൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആ അവയവങ്ങളുടെ അകത്ത് ഞാനൊരു ക്യാൻസർ ആണോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. ക്യാൻസർ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ചില കോശങ്ങളുടെ അമിതമായ വളർച്ചയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഘടനയ്ക്ക് വിരുദ്ധമായ ഒരു യാത്രയാണ്. മനുഷ്യ ശരീര കോശങ്ങൾക്ക് അതിനൊരു പ്രത്യേക ഘടനയുണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്. ആ ഘടനയ്ക്ക് വിരുദ്ധമായി ശരീരത്തിലെ ഒരു നിസ്സാരമായ കോശം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിനെ നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കും. അത് നമ്മളെ നശിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി ഞാൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ വചനം അനുസരിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഒരു ക്യാൻസർ സെല്ലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്ന, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ നശിപ്പിക്കുന്ന ഒരു ക്യാൻസർ സെല്ലാണ് ഞാൻ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നിങ്ങൾ ഒരു ക്യാൻസറസ് സെല്ലാണോ അതോ
ആ ശരീരത്തെ വളർത്തുന്ന, അതിന് ജീവനും ഓജസ്സും പകരുന്ന ഒരു യഥാർത്ഥ സെല്ലാണ്. ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഡോക്ടർമാരും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പദം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ എന്തെങ്കിലും ശരീരത്തിലൊരു മുഴയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് അത് ബയോപ്സിക്ക് വേണ്ടി അയക്കുമ്പോൾ, എന്തെങ്കിലും ഫ്ലൂയിഡ് കണ്ടൻ്റൊക്കെ ബയോപ്സിക്ക് അയച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അതിനകത്ത് ചോദിക്കുന്നൊരിത് മാലിഗ്നൻ്റ് ആണോ അല്ലയോ എന്നൊരു ചോദ്യം ചോദിക്കാറ്. മാലിഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് ചെയ്യും. അപ്പം മാലിഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ക്യാൻസർ ബാധിതനായി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സമുദായങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മൾ പലരും സമുദായത്തെ മാലിഗ്നൻ്റ് ആക്കുന്ന ഘടകങ്ങളാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഞാൻ ഓർക്കുകയാണ്, എനിക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കൃത്യസമയത്ത് ഓഫീസിൽ വരും. വൈകുന്നേരം ഓഫീസ് ടൈം കഴിയാതെ ഒന്നും അദ്ദേഹം പോകില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ഫയലുകളെല്ലാം വളരെ കൃത്യതയോടെ അദ്ദേഹം തീർപ്പാക്കും. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് പലരും സംശയങ്ങളൊക്കെ ചോദിച്ചാൽ അത് വളരെ കൃത്യതയോടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കും. വേറൊരാളെ നന്നായി സഹായിക്കാനുള്ള മനസ്സുമൊക്കെ ആ മനുഷ്യനുണ്ട്. അതേസമയത്ത് തന്നെ അദ്ദേഹത്തിനുള്ള വേറെ ചില സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മദ്യപിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വെർഷൻ ഇതാണ്: ഞാൻ കള്ളു കുടിച്ചാൽ എൻ്റെ വയറ്റിൽ കിടക്കും, എൻ്റെ ഭാര്യയെ ഞാൻ ഉപദ്രവിക്കില്ല, ഞാൻ നാട്ടുകാർക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പോകുന്നില്ല, ഞാൻ കള്ളു കുടിച്ച് വഴി കിടക്കില്ല, ഞാൻ കള്ളു കുടിച്ചാൽ എൻ്റെ വീട്ടിൽ ചെന്നാൽ എൻ്റെ കുടുംബത്തോട് ഭയങ്കര സ്നേഹമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കുടിക്കുന്നത് അല്പം ഇഷ്ടമാണ്. കാരണം അവൾ പറയുക, നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് നല്ല സ്നേഹമാണെന്നാണ്. അതുകൊണ്ട് എൻ്റെ മദ്യപാനത്തെ ഒരു പരിധി വരെ അവൾ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ അവൾക്കൊറ്റ നിർബന്ധമേ ഉള്ളൂ, നാട്ടിൽ കുഴപ്പമൊന്നും ഉണ്ടാക്കിയേക്കരുത്. ഞാനങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല. പിന്നീട് അദ്ദേഹം പറയുക, ഞാൻ കൈക്കൂലി വാങ്ങിക്കും. അദ്ദേഹം കൈക്കൂലി വാങ്ങിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് അതിനെക്കുറിച്ച് പറയാണ്, കൈക്കൂലി തന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആരുടെയും ഫയലുകളൊന്നും വെച്ച് താമസിപ്പിക്കാറില്ല. പിന്നെ തന്നാൽ അവർ സന്തോഷത്തോടെ തരുന്നു, ഞാൻ സന്തോഷത്തോടെ വാങ്ങിക്കുന്നു. അതൊന്നും ഒരു തെറ്റൊന്നുമല്ല. പിന്നെ ഞാൻ ആരെ ഉപദ്രവിക്കാൻ പോകാറില്ല. ഞാൻ എൻ്റെ കുടുംബകാര്യങ്ങൾ നന്നായി നോക്കുന്നുണ്ട്. എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ കൃത്യതയോടെ നിർവഹിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരു ധ്യാനത്തിലേക്കൊക്കെ ക്ഷണിച്ച് അല്പം ഒരു ദൈവാനുഭവത്തിലേക്ക് നയിക്കാൻ നടത്തിയ ഒരു ശ്രമത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഈ എക്സ്പ്ലനേഷൻസ് എൻ്റെ അടുത്ത് തന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്: അച്ഛാ, എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു ഉത്തമനായ ക്രിസ്ത്യാനിയാണ്, ഞാനൊരു സത്യസന്ധനായ ഉത്തമനായ ഒരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് അച്ഛന് എന്നെക്കുറിച്ച് ഒന്നും തോന്നരുത്, ഞാൻ ധ്യാനത്തിനൊന്നും വരേണ്ട ഒരു ആവശ്യം ഇല്ല, ഞാനൊരു കുഴപ്പക്കാരനല്ല, അതുകൊണ്ട് എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല, ഞാനൊരു നല്ല ദൈവ മനുഷ്യനാണെന്നാണ് അദ്ദേഹം പറയുക. ഞാൻ പള്ളിയിലൊക്കെ പോവും, ഞാൻ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, ഉദാശകളൊക്കെ ഞാൻ നിഷ്ഠയോടെ സ്വീകരിക്കുന്നുണ്ട്, ഞാനൊരു നല്ല ദൈവ മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു ചിന്തയാണ്. ഞാൻ ദൈവത്തിൽ അങ്ങനെ വിശ്വസിച്ച് ജീവിച്ചാൽ മതി, ബാക്കിയുള്ള എൻ്റെ മാനുഷികമായ പാപങ്ങൾ വേറെ ആരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മളുടെ വചനത്തിലുള്ള നിലനിൽപ്പിനെ കമ്പയർ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? സാമൂഹിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ലോക നീതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളുടെ സത്യസന്ധതയെ, ദൈവബന്ധത്തെ നമ്മൾ പരിശോധിക്കുന്നത്, കണ്ടെത്താൻ ശ്രമിക്കുന്നത്. സമൂഹം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് നീതി സങ്കല്പങ്ങളുണ്ട്. മദ്യത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ചിലർ പറയും, മദ്യപിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വഴി കിടക്കാതിരുന്നാൽ മതി, ഞാൻ അഡിക്റ്റ് ആകാതിരുന്നാൽ മതി, അല്പമൊക്കെ മദ്യപിച്ചു എന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം നമ്മെ പരിശോധിക്കുന്നിടത്ത് ആണ് യഥാർത്ഥത്തിൽ ഞാൻ വചനത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക. ശിഷ്യനാവുക എന്ന് പറയുന്നിടത്ത് ആത്യന്തികമായ ഒരൊറ്റ പോയിന്റിലേക്കാണ് നമ്മൾ കടന്നു വരിക. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക എന്ന് പറയുന്നൊരനുഭവം. എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിനെ സ്നേഹിക്കുക. രണ്ടാമതൊന്ന്, തൻ്റെ കൽപ്പനകൾ കൃത്യമായി അനുസരിക്കുക.
ക്രിസ്തുവിനെ കൃത്യമായി അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അനുസരണയുടെ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ വാസ്തവത്തിൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ രൂപപ്പെടുകയാണെന്നുള്ളതാണ്. അവിടെ അനുസരണം എന്ന് പറയുന്നത് ചില വലിയ വിപത്തുകളുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമല്ല, നിസ്സാര കാര്യത്തിൽ പോലും അനുസരണത്തിന് പ്രാധാന്യമുണ്ട്. എൻ്റെ വാക്കുകളിൽ ഞാൻ സൂക്ഷിക്കേണ്ട, ഞാൻ പ്രയോഗിക്കേണ്ട ഫുൾ സ്റ്റോപ്പിലും കോമായിലും വരെ കൃത്യമായി ദൈവത്തിൻ്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ല. തൻ്റെ മനോഭാവങ്ങളിൽ, നിലപാടുകളിൽ എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിന് പരമപ്രധാനമായ ഒരു സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയാണ് ശിഷ്യത്വത്തിൻ്റെ ഒരു തലത്തിലേക്ക് വരിക. ശിഷ്യത്വത്തിൻ്റെ തലത്തിലേക്ക് അങ്ങനെ കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് വചനം നോ എന്ന് പറയുന്ന സമൂഹത്തിന് നിസ്സാരമെന്ന് തോന്നുന്ന വിഷയം പോലും വളരെ ഗൗരവമുള്ള ഒരു നോയാണ്, വളരെ വലിയൊരു നോയാണ് ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അസൂയപ്പെടരുത് ഒരു വചനമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ക്രിസ്തു തരുന്നുണ്ട്. നിങ്ങൾ അസൂയപ്പെടരുത്, അല്ലെങ്കിൽ നിങ്ങൾ നിഗളിക്കരുത്. യേശു പറയുന്നുണ്ട്, നിങ്ങൾ നിഗളിക്കരുത്. ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അല്പമൊന്നോ നിഗളിക്കുന്നൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ജീവിതം എന്നതാണ് ചിന്ത. ഈയിടെ കണ്ട ചില പരസ്യങ്ങളിൽ പോലും കാണുന്നത് അവരുടെ നിഗളം തുടങ്ങിയ സ്വഭാവത്തെ സാധൂകരിക്കുന്ന ചില പ്രൊഡക്റ്റുകളായിട്ട് അവർ ചില പ്രൊഡക്ട്സിനെ പരിചയപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിച്ചു ഈയിടെ. അപ്പോൾ ഇന്ന് അല്പമൊന്ന് നിഗളിക്കുക, ഇത്തിരി കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായി ഒന്ന് അഹങ്കരിക്കുക എന്നൊക്കെ പറയുന്നതിന് സമൂഹം ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ തന്നെ പറയും, ഇപ്പോൾ ഒരുത്തന്നെ നന്നായി കാശുണ്ടാക്കി അവന് നന്നായി ഇത്തിരി ഒരു ജാടയൊക്കെ ഇട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, അവനുണ്ടല്ലോ, അവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണല്ലോ, അവൻ അഹങ്കരിക്കട്ടെ, അതിനുള്ള അവകാശമുണ്ടല്ലോ. നമ്മളത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് സമൂഹത്തിന് മുൻപിൽ നിഗളിക്കരുത് എന്ന് പറയുന്നത് ഒരു ചെറിയ നോയാണ്, ഒരു ചെറിയ നോയാണ്. നിഗളിച്ചില്ലെങ്കിൽ നല്ലത് എന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നിഗളിക്കരുത് എന്നതൊന്നുമില്ല. നിഗളിക്കാതിരുന്നാൽ അവൻ വലിയവനാണ്, അവന് കുറച്ചുകൂടെ അവൻ്റെ മനസ്സ് കുറച്ചുകൂടെ വലുതാണ് നമ്മൾ പറഞ്ഞേക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു നിഗളിക്കരുതെന്ന് പറഞ്ഞാൽ അതൊരു വലിയ നോയാണ്. നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവം എന്ത് നിർദ്ദേശിക്കുന്നു അതിനാണ് വലിപ്പം, അതിനാണ് ഗൗരവം ശിഷ്യത്വത്തിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. മോശയെക്കുറിച്ച് ഞാൻ എപ്പോഴും വളരെ കൗതുകത്തോടെ ഓർക്കുന്ന ഒരു ഓർമ്മയുണ്ട്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് വലം തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്വതന്ത്രമാക്കി. 10 ബാധകളുടെ കഥകളൊക്കെ നമുക്കറിയാം. ഈ 10 ബാധകൾ അയക്കപ്പെട്ടതിൻ്റെ സമാപനത്തിൽ 10ാമത്തേതായ കടിഞ്ഞൂൽപുത്ര സംഹാരത്തിൽ ജനം സ്വതന്ത്രമാവുകയും ആ സ്വാതന്ത്ര്യത്തിൽ മിസ്രൈമിലെ അടിമത്വത്തിൻ്റെ കോട്ടവാതിലുകളിൽ നിന്ന് ജനമങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തിമിർപ്പിലേക്ക് പുറത്തേക്ക് ചാടിയിറങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മുമ്പിൽ പെരുത്ത ചെങ്കടൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ചെങ്കടൽ കിടക്കുന്നു. അപ്പോൾ അവിടെ ഈ ജനത്തിന് ആ ചെങ്കടൽ കടന്ന് വരാനായിട്ട് സാധിക്കാതെ വരികയാണ്. അപ്പോൾ പിന്നിൽ ഇതാ ഫറവോയുടെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ. വലിയൊരു ക്രൈസിസ് ഇവിടെ മോശ ഫേസ് ചെയ്യുന്നുണ്ട്. ജനത്തെ ആരാധിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് ഇറക്കിക്കൊണ്ട് വന്നതാണ്. എന്നിട്ടിപ്പോൾ അതേ മുന്നിൽ ചെങ്കടൽ, പുറകിൽ ഫറവോയുടെ സൈന്യം. എന്തി അങ്ങനെ വളരെ നിർണായകമായൊരു പ്രതിസന്ധിയുടെ സമയത്ത് യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം, ആ നിർദ്ദേശത്തെക്കാളുപരി അതനുസരിച്ച മോശയുടെ ഞെട്ടിപ്പിക്കുന്ന അനുസരണം, വാസ്തവത്തിൽ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. മോശയോട് ദൈവം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നീ ആ കടലിൻ്റെ നേരെ നിൻ്റെ വടി നീട്ടുക. എത്ര സിമ്പിളായിട്ടുള്ളൊരു നിർദ്ദേശമാണെന്ന് ഓർക്കണം. ആ കടലിൻ്റെ നേരെ വടി നീട്ടുക. ക്രൈസിസ് വളരെ വലുതാണ്. പക്ഷെ ഇവിടെ ദൈവം കൊടുക്കുന്ന നിർദ്ദേശം വളരെ നിസ്സാരമാണ്. അപ്പം മോശയ്ക്ക് അതിനെ വളരെ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയാന്ന്. വടി നീട്ടാനോ? പെരുത്ത ചെങ്കടലിൻ്റെ നേരെ ചുമ്മാ ഇങ്ങനെ ഈ വടി ഒന്ന് നീട്ടിപ്പിടിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്താ? അതിനങ്ങ് ഒരു പ്രയത്നവും ഒരു സ്ട്രെയിനും ഇല്ല. ചുമ്മാ കയ്യിരിക്കുന്ന വടി ഇങ്ങനെ നീട്ടിപ്പിടിക്കാൻ എന്താ പാട്? വളരെ എളുപ്പമുള്ള വലിയൊരു ക്രൈസിസിനെ കവറപ്പ് ചെയ്യാൻ സത്യത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുക ഒരു മിനിമം ഒരു 3 ദിവസത്തെ കഠിന ഉപവാസമെങ്കിലും നടത്താൻ ദൈവം പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. പക്ഷെ അത്രയൊന്നുമില്ല, സിമ്പിൾ. നീ വടി അങ്ങോട്ടൊന്ന് നീട്ടിപ്പിടിച്ചാൽ മതി. എനിക്ക് ഞെട്ടൽ ഇത് അനുസരിക്കാൻ തോന്നുന്ന മോശയുടെ ഭാവത്തെയാണ്. കാരണം ഇത്ര വലിയ
ക്രൈസിസിൻ്റെ നടുവിലും ദൈവം തന്നോട് അനുസരിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ച് മോശയ്ക്ക് സ്വന്തമായ ഒരു കണക്കുകൂട്ടലില്ല. മോശയ്ക്ക് സ്വന്തമായ ഒരു മാനദണ്ഡങ്ങളില്ല. മോശയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ: ചെയ്യുക, അനുസരിക്കുക, അത്രേ ഉള്ളൂ. പറയുക, അനുസരിക്കുക. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിറ്റുവേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കും. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, ഇത് ദൈവം പറഞ്ഞതായിരിക്കുമോ അല്ലയോ? എന്ത് മണ്ടത്തരമാണ് ഇത്രയും വലിയൊരു കടൽ മാറാൻ വേണ്ടിയിട്ട് ചുമ്മാ വടി നീട്ടി പിടിക്കാനും. ഇതെന്ത് കാര്യം ഇത്? ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒട്ടും ഗൗരവമായി കാണുന്നില്ല. പക്ഷേ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം പച്ചയായ അനുസരണത്തിൻ്റെ ഒരു ജീവിതമാണ്. പച്ചയായ അനുസരണം. അത് ഏത് വിഷയത്തിലുമാകട്ടെ. തിരുവചനം എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ശ്വാസമായി മാറുന്ന ഒരു അനുഭവമാണ്. ക്രിസ്തു എന്നോട് സംസാരിക്കുന്നത് എൻ്റെ ശ്വാസത്തിൻ്റെ താളമായി മാറുന്ന ഒരു അനുഭവമാണ്. അതിന് എന്നെ ചുറ്റും നിന്ന് ആരെല്ലാം എന്തൊക്കെ പറഞ്ഞ് എന്നെ ഞെരുക്കാൻ ശ്രമിച്ചാലും അതൊന്നും എൻ്റെ ജീവിതത്തെ ലവലേശം ഏശില്ല. അത്തരത്തിലൊരു തീവ്രമായ ദൈവ അനുസരണത്തിൻ്റെ, വചനാനുസരണത്തിൻ്റെ നിലപാടാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. ആ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥയിൽ ക്രിസ്തു പറയുകയാണ്, അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നുള്ളത്. ഇത് ഭയങ്കര ഒരു തിരിച്ചറിവാണ്. എപ്പോഴാണ് അപ്പോൾ നിങ്ങൾ സത്യം അറിയുക? സത്യം അറിയണമെങ്കിൽ വചനത്തിൽ നിലനിന്നുകൊണ്ട് നിങ്ങൾ ശിഷ്യത്വത്തിലേക്ക് വരണം, ശിഷ്യത്വത്തിൽ ജീവിക്കണം. എങ്കിൽ മാത്രമേ സത്യം അറിയൂ. സംസാരിക്കുന്നത് വിശ്വാസിയായ യഹൂദനോടാണെന്ന് ഓർക്കണം. അപ്പം നിങ്ങൾ വിശ്വാസിയാണ് എന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ ഇന്ന് ക്ലെയിം ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ സത്യം അറിഞ്ഞിട്ടില്ല. വിശ്വാസികൾ സത്യം അറിയുന്നില്ല. ഞാനൊരു വിശ്വാസിയാണ് എന്നുള്ളത് കൊണ്ട് വചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചിട്ടുമില്ല. ആർക്കാണ് സ്വാതന്ത്ര്യം? സത്യം അറിഞ്ഞവനാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസിയാണ് എന്ന് പറയപ്പെടുമ്പോഴും നിങ്ങൾക്ക് മനസ്സിന് സ്വാതന്ത്ര്യം ഇല്ലാത്തത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഭരിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ രോഗങ്ങൾ ഇപ്പോഴും നിങ്ങളെ അലട്ടുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നമ്മളെ അലട്ടാത്ത ഒരവസ്ഥയാണ് സ്വാതന്ത്ര്യം. ഒരു ബന്ധനവും നമ്മുടെ മേലില്ല. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് വിശ്വാസികളുടെ മേൽ ബന്ധനങ്ങളുണ്ട്, കെട്ടുകളുണ്ട്. അവൻ്റെ രോഗത്തെ ഓർത്തുള്ള അവൻ്റെ ആശങ്ക അവൻ്റെ ബന്ധനമാണ്. അവൻ്റെ കുടുംബ സമാധാനമില്ലായ്മ അവൻ്റെ ബന്ധനമാണ്. അവൻ്റെ ജോലി കിട്ടാത്ത അവസ്ഥയെക്കുറിച്ചുള്ള ഭാരം അവൻ്റെ ബന്ധനമാണ്. പ്രിയപ്പെട്ടവർ, എൻ്റെ വീട് പണി പൂർത്തിയായിട്ടില്ല എന്നുള്ള ചിന്ത, ആ ആശങ്ക അവൻ്റെ ബന്ധനമാണ്. ഒരു സംശയം വേണ്ട. ഈ ബന്ധനങ്ങളെല്ലാം കൊണ്ട് പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലും കയറി ഇറങ്ങുന്ന വിശ്വാസികളാണെന്ന്. എന്നിട്ട് നമ്മളിതൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളാക്കി മാറ്റുന്നു. നമ്മുടെ ബന്ധനങ്ങളെ നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങളാക്കി മാറ്റുന്നു. ദൈവമേ, വീട് നടന്നിട്ടില്ല, സൂക്കേട് മാറിയിട്ടില്ല. നമ്മുടെ ബന്ധനങ്ങളെ നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങളാക്കി മാറ്റുകയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ ബന്ധനങ്ങളെ പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റുകയല്ല വേണ്ടത്. അവിടെ ആ പ്രാർത്ഥനാ വിഷയം സോൾവ് ചെയ്യപ്പെടുന്നതിലൂടെ ബന്ധനം മാറുന്നില്ല. അടുത്ത വിഷയത്തിൽ പിന്നെ അടുത്ത ആശങ്ക തൊട്ടുപുറകെ വരികയാണെന്ന് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ജീവിതമാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിന്ന് തൻ്റെ ശിഷ്യരായി തീർന്നാൽ മാത്രമേ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇത് വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടൊരു വിശ്വാസിയാണ് എന്ന അവസ്ഥ നിങ്ങളുടെ ദൈവബന്ധത്തിൻ്റെ ഒരു പരിപൂർണതയായി നിങ്ങൾ സ്വയം അവകാശപ്പെടല്ലേ? നിങ്ങൾക്ക് വിശ്വാസിയായതിലൂടെ നിങ്ങൾക്ക് നിത്യത സ്വന്തമായി എന്ന് നിങ്ങൾ അവകാശപ്പെടല്ലേ? ആയിട്ടില്ല. നിങ്ങൾ സഭാസമുദായങ്ങൾ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ കൗദാശിക ബന്ധത്തിൽ കൃത്യമായി നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിത്യത അവകാശമായി കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കല്ലേ? നിങ്ങൾക്ക് നിത്യത അവകാശമായി കിട്ടാൻ നിങ്ങൾ വചനം അനുസരിച്ചുകൊണ്ട്, വചനത്തിൽ നിലനിന്നുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് നിത്യത ലഭിക്കും. സംശയമൊന്നുമില്ല. വചനത്തിൽ നിലനിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് നിത്യത ലഭിക്കില്ല. അതാണ് യൂദ, ക്രിസ്തു വിളമ്പി അപ്പം സ്വീകരിച്ച ആളാണ് യൂദ. പക്ഷേ യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് നമ്മൾ കാണുന്നു. ക്രിസ്തു തൻ്റെ മറ്റ് 11 അപ്പോസ്തലന്മാർക്കും വിളമ്പിയ അതേ അപ്പം തന്നെയാണ് യൂദായ്ക്ക് കൊടുത്തത്. ആ യൂദായിൽ പ്രവേശിച്ചത് സാത്താനാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, ഞാൻ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കാത്ത വ്യക്തിയാണെങ്കിൽ ഞാൻ സ്വീകരിക്കുന്ന അപ്പം എനിക്ക് നേരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് സൃഷ്ടിക്കുന്നത്. സംശയമൊന്നും വേണ്ട. അതുകൊണ്ട്
ദൈവവചനത്തിൽ നിലനിന്നുകൊണ്ട് തൻ്റെ ശിഷ്യത്വത്തിൻ്റെ പാത ഗൗരവമായി എടുക്കുന്ന ഒരു വിശ്വാസിയായി മാറുവാൻ, അങ്ങനെ സത്യം അറിയാൻ, സത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചസ്സുകൾക്കായി സ്തോത്രം. നാഥ, ഞങ്ങൾ വിശ്വാസികളാണ്. ഞങ്ങൾക്ക് അങ്ങയിൽ വിശ്വാസവും അങ്ങയോട് താല്പര്യവും അങ്ങയോട് സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കുന്നില്ല. എന്നാൽ വചനത്തിൽ നിലനിൽക്കുന്നവരെ ശിഷ്യരാകൂ എന്നും ശിഷ്യർ മാത്രമേ സത്യം അറിയൂ എന്നും സത്യം അറിഞ്ഞാൽ മാത്രമേ സ്വാതന്ത്ര്യം ലഭ്യമാകൂ എന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് അവിടുന്ന് ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. ആ സ്വാതന്ത്ര്യം ആസ്വദിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കാനുള്ളൊരു തീരുമാനം ഇന്നെടുക്കട്ടെ. അതിൽ വേണ്ട പരിശുദ്ധാത്മ കൃപാദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.